മാസപ്പടി വിവാദത്തിൽ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് നിയമസഭയിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ. നേരത്തെ തന്റെ ഭാര്യയ്ക്കെതിരെയായിരുന്നു വ്യാജ ആരോപണങ്ങൾ. ഇപ്പോൾ അത് മകൾക്ക് നേരെയായി. ഭാര്യ വിരമിച്ചപ്പോൾ ലഭിച്ച പണം കൊണ്ടാണ് മകൾ കമ്പനി തുടങ്ങിയത്. തന്റെ കൈകൾ ശുദ്ധമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പറഞ്ഞു. നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ ഭാര്യ, അവളുടെ അമ്മ, റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. നീ പോയിട്ട് നിൻ്റെതായ കമ്പനി തുടങ്ങുക, സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കവും ഉണ്ടാവില്ല. മനസ്സമാധാനമാണ് പ്രധാനം. നിങ്ങൾ മനസ്സമാധാനത്തിന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. തെറ്റ് ചെയ്തെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. ബാക്കിയെല്ലാം കേൾക്കുമ്പോഴും തെറ്റായ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും ഉള്ളാലെ ചിരിച്ചുകൊണ്ടത് കേൾക്കാൻ പറ്റും. ആ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ. ഒന്നും എന്നെ യേശില്ല. യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. നന്ദിപ്രമേയ ചർച്ചയിൽ മാസപ്പടി വിവാദം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവർത്തിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഗതികേട് കണ്ടിട്ട് സഹതാപം തോന്നുന്നു എന്നായിരുന്നു വി.ഡി. സതീശന്റെ വിമർശനം. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ശരിയായിരുന്നില്ല, അവാസ്തവമായിരുന്നു. പച്ചക്കള്ളമൊന്നും ഞാൻ പറയല്ല, അവാസ്തവമായിരുന്നു. ഈ അവസരം കൊടുത്തിട്ടും അവർ ഒരു രേഖയും ഹാജരാക്കിയില്ല. അപ്പൊ അത് ലീഗൽ ട്രാൻസാക്ഷൻ ആയിരുന്നില്ല അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത്. കമ്പനിയുടെ അക്കൗണ്ടിലും അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത് ലീഗൽ ട്രാൻസാക്ഷൻ ആയിരുന്നില്ല. അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിൽ വരും. കള്ളപ്പണം വെളുപ്പിച്ച നടപടിയാണ് എന്നാണ് ഫൈൻഡിങ്. അപ്പൊ അങ്ങ് പറഞ്ഞത് മുഴുവൻ അങ്ങ് ഈ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഒന്നും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. നന്ദിപ്രമേയത്തിന്മേലുള്ള മറുപടി പ്രസംഗത്തിലാണ് മാസപ്പടി വിവാദത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. കേരളത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന ആരോപണവും മുഖ്യമന്ത്രി സഭയിൽ ഉന്നയിച്ചു. കേരളത്തിലെ പ്രതിപക്ഷം കേന്ദ്ര നിലപാടിനൊപ്പമാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ താല്പര്യങ്ങളെ കേന്ദ്രവും കേരളത്തിലെ പ്രതിപക്ഷവും ഒരേപോലെ കൈവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കേന്ദ്ര സമീപനം ഒരു തരത്തിലുള്ള സാമ്പത്തിക ഉപരോധത്തിൻ്റെ രൂപത്തിലാണ്. അത് കേരളത്തെ അങ്ങ് ഞെരുക്കുകയാണ്. ഇതിലാണ് നമ്മൾ ഒന്നിച്ച് പ്രതിഷേധിക്കണം എന്ന നിലപാട് ഞങ്ങളെടുക്കുകയും കോൺഗ്രസ് അടക്കമുള്ള UDF-നോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ അതിലങ്ങേയറ്റത്തെ വിമുഖതയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഫീദ്, മാസപ്പടി വിവാദവുമായി ഉയർന്നു വന്ന സംവാദത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സഭയിൽ നിന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചത്? എങ്ങനെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതികരണം? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. എന്നാൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് നിയമസഭയ്ക്ക് മുൻപിൽ ഈ എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർത്തിയത്. ROCക്ക് മുൻപാകെ അടക്കം രേഖകൾ ഹാജരാക്കിയെന്നുള്ള മുഖ്യമന്ത്രിയുടെ വാദം കള്ളമാണ്. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ വാദം. ചർച്ചയ്ക്ക് ഒടുവിൽ സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി വളരെ വിശദമായി തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തന്റെ പ്രതികരണം നടത്തി. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല തന്റെ കുടുംബാംഗങ്ങൾക്കെതിരെ ആരോപണം ഉയരുന്നത്. നേരത്തെയും ചില കാര്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. കമല ഇന്റർനാഷണൽ, ടെക്നിക്കാലിയ, സിംഗപ്പൂർ യാത്ര, അങ്ങനെ നേരത്തെ ഭാര്യയ്ക്കെതിരെയായിരുന്നുവെങ്കിൽ ഇപ്പോൾ മകൾക്കെതിരെ കാര്യമായ വിമർശനം ഉയർത്തുന്നുണ്ട്. കൂടാതെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം, ഭാര്യ റിട്ടയർ ആയപ്പോൾ ലഭിച്ച പണമാണ് മകൾ കമ്പനി തുടങ്ങാനായി ഉപയോഗിച്ചത്. തനിക്ക് ഇത്തരം ആക്ഷേപങ്ങൾ, അതൊക്കെ പ്രതിപക്ഷം രാഷ്ട്രീയപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉയർത്തുന്നു. അതൊന്നും തന്നെ ഏശില്ല. അതിനുള്ള കാരണം തല കുനിക്കാതെ തന്നെ നിവർന്നു നിന്ന് ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തി. നിയമസഭയിൽ മുഖ്യമന്ത്രി ഈ ഏറ്റവും ഒടുവിലത്തെ വിവാദത്തിന് ശേഷം, അതായത് ROC റിപ്പോർട്ട് അടക്കം പുറത്തു വന്നതിന് ശേഷം നടത്തുന്ന ആദ്യ പ്രതികരണമായി നമുക്ക് ഇതിനെ കണക്കാക്കാൻ കഴിയും. ഏതായാലും അങ്ങനൊരു പ്രതികരണം നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തി എന്നുള്ളതാണ് രാഷ്ട്രീയമായി ഇതിന്റെ പ്രസക്തി. അതേസമയം മറ്റു വിഷയങ്ങളെക്കുറിച്ചും ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്റെ പ്രതികരണം അറിയിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ സാമ്പത്തികമായി ഉപരോധിക്കുന്ന കേന്ദ്രത്തിനെതിരെയും കേന്ദ്രത്തെ സഹായിക്കുന്ന പ്രതിപക്ഷ നിലപാടിനെതിരെയും മുഖ്യമന്ത്രി ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു.
ഡൽഹിയിലെ സമരത്തിന് ഒറ്റയ്ക്ക് പോകാൻ സർക്കാർ ആഗ്രഹിച്ചിട്ടില്ല. LDF-ൽ ചർച്ച ചെയ്യും മുൻപ് പ്രതിപക്ഷവുമായി സംസാരിച്ചിരുന്നു. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തിന് വരുന്നതുകൊണ്ട് പ്രതിപക്ഷത്തിന് എന്തായിരുന്നു നഷ്ടമെന്നുള്ള തിരിച്ചുള്ള ചോദ്യം കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒരേ സ്വരത്തിൽ പറയുന്നത് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന സാമ്പത്തിക പ്രതിസന്ധി മാത്രമാണ് സംസ്ഥാനത്തുള്ളത് എന്നുള്ളതാണ്. ഇന്ന് അതും മറ്റൊരു ശ്രദ്ധേയമായ വിഷയമായി പോയി. അതേസമയം തീവ്ര ഹിന്ദുത്വത്തെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്ന കുറ്റപ്പെടുത്തലും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഗവർണർക്കെതിരെ അടക്കം ശക്തമായ വിമർശനവും മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ നടത്തി. ശരി ഷഫീദ്, ഏതായാലും നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിലാണ് മുഖ്യമന്ത്രി ശക്തമായ ഭാഷയിൽ ഇന്ന് പ്രതിപക്ഷത്തെയും കേന്ദ്ര നിലപാടുകളെയും വിമർശിച്ചത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്നു വന്ന മാസപ്പടി വിവാദത്തിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ന് സഭയിൽ ഷഫീദ് റാവുത്തർ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻമന്ത്രി കെ ബാബുവിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 25.82 ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. 2007 മുതൽ 2016 വരെ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നതായിരുന്നു കേസ്. വിനീത VG കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. വിനീത, പല ഘട്ടങ്ങളിലുള്ള അന്വേഷണങ്ങൾ കടന്നുപോയതാണ്. അതിനുശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കെ ബാബു അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചുവെന്ന് കണ്ടെത്തിയിരിക്കുന്നതും ഇപ്പോൾ സ്വത്ത് കണ്ടുകെട്ടിയിരിക്കുന്നതും. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ വിനീത? ഗോപികൃഷ്ണൻ നേരത്തെ തന്നെ ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം നടത്തുകയും പിന്നാലെ 2017 വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 49% അനധികൃത സ്വത്ത് സമ്പാദനം കെ ബാബു നടത്തിയിട്ടുണ്ടെന്നായിരുന്നു അന്നത്തെ ഈ വിജിലൻസിന്റെ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതിന് പിന്നാലെയാണ് ഈ വിജിലൻസ് നൽകിയ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കാര്യത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോയത്. അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ കെ ബാബുവിനെ കൊച്ചിയിലെ ED ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള ചില രേഖകൾ ഉൾപ്പെടെ കെ ബാബുവിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിക്കുകയും അതൊക്കെ വളരെ വിശദമായി പരിശോധിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദനം നടന്നിട്ടുണ്ട് എന്ന് ED കണ്ടെത്തിയിരിക്കുന്നത്. ഈ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്വത്ത് കണ്ടുകെട്ടലടക്കമുള്ള ഈ ഒരു കടുത്ത നടപടിയിലേക്ക് ED എത്തിയിരിക്കുന്നത്. കെ ബാബുവിന്റെ 25.82 ലക്ഷം രൂപയുടെ സ്വത്ത് വകകളാണ് ഇപ്പോൾ ED കണ്ടുകെട്ടിയിരിക്കുന്നത്. വിനീത VG ആണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. ഇടക്കാല ബജറ്റാണ് അവതരിപ്പിക്കുക. സമ്പൂർണ്ണ ബജറ്റുമായി തെരഞ്ഞെടുപ്പിന് ശേഷം കാണാം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സ്ത്രീപക്ഷ ബജറ്റായിരിക്കും നാളത്തേത് എന്നാണ് സൂചന. एक बहुत ही गरिमापूर्ण फैसला लिया था और वो फैसला था नारी शक्ति वंदन अधिनियम। और उसके बाद 26 जनवरी को भी हमने देखा किस प्रकार से देश ने कर्तव्य पथ पर नारी शक्ति के सामर्थ्य को, नारी शक्ति के संकल्प की शक्ति को अनुभव किया. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തോടെയാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമായത്. അയോധ്യ രാമക്ഷേത്രം, വനിതാ സംവരണ ബിൽ, മുത്തലാഖ് നിരോധനം തുടങ്ങിയ സർക്കാരിന്റെ നേട്ടങ്ങളായി ഉയർത്തിക്കാട്ടിയായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപനം. 3 दशक बाद नारी शक्ति बंधन अधिनियम पारित करने के लिए मैं आपकी सराहना करती हूँ. इससे लोकसभा और विधानसभा के महिलाओं की ज्यादा भागीदारी सुनिश्चित हुई है. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ആർക്കെ, എന്തായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഉള്ളടക്കം? സർക്കാരിന്റെ തുടർച്ചയിൽ പൂർണ്ണ ബജറ്റ് സർക്കാരിന്റെ തുടർച്ചയിൽ തിരികെ വന്ന് അവതരിപ്പിക്കുമെന്നായിരുന്നല്ലോ പ്രധാനമന്ത്രി പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കെ സർക്കാരിന്റെ ഒരു ഭരണ തുടർച്ച ഉണ്ടാകും എന്ന സൂചന നൽകുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പോലെ തന്നെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഉള്ളടക്കവും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഏതാണ്ട് ദൃശ്യമായിട്ടുണ്ടായില്ല എങ്കിലും വ്യക്തമായിട്ടുള്ള സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യം സൂചിപ്പിക്കുന്നതായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം. അത് ഈ അമൃതകാലത്തിൽ ആദ്യമായിട്ടാണ് താൻ പാർലമെന്റിൽ എത്തുന്നത് എന്നത് അടക്കമുള്ള രാഷ്ട്രപതിയുടെ പ്രഖ്യാപനത്തിൽ തുടങ്ങി ഏറ്റവും അവസാനം പറഞ്ഞവസാനിപ്പിച്ച വാക്കുകൾ വരെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ അത് തിളങ്ങി നിൽക്കുകയും
ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ടത് നയ പരിപാടികളിൽ നിന്നും വ്യതിചലിക്കില്ല എന്ന സൂചന നൽകി സർക്കാർ ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ അത് ഏതാണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം സാധ്യമായ ഇത് ഏറ്റവും മികച്ച ഉദാഹരണമായി ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിവരിച്ചു. ഭരണപക്ഷ അംഗങ്ങൾ അതിനെ ജയ് ശ്രീറാം വിളികൾ മുഴക്കിക്കൊണ്ടാണ് സ്വീകരിച്ചത്. വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശം സർക്കാർ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ ഭാഗം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ വനിതകൾക്കും വനിതകളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഒപ്പം അവരുടെ സാമൂഹ്യ പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള നടപടികൾ അതിനെയും രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ തങ്ങൾ തയ്യാറെടുക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു നയപ്രഖ്യാപനത്തിലെ കൃത്യമായിട്ടുള്ള സൂചനകൾ. അതിൽ ഈ മുത്തലാഖ് നിരോധനം അടക്കമുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കപ്പെട്ടത് അതിൽ ശ്രദ്ധേയമാണ്. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ അത് അംഗീകരിക്കുന്ന വിധത്തിൽ നയപ്രഖ്യാപനം ഈ വനിതാ സംവരണ ബില്ലടക്കം യാഥാർത്ഥ്യമാക്കാൻ പ്രധാനമന്ത്രി കാണിച്ച താല്പര്യം അതിനെ അടക്കം അഭിനന്ദിച്ചു. ഇത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിനുള്ള അഥവാ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായക്കുള്ള ഒരു അംഗീകാരം എന്ന രീതിയിൽ വേണം കണക്കാക്കാൻ. ഒപ്പം രാഷ്ട്രപതി വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്ഷേമ പദ്ധതികളെ സംബന്ധിച്ച് അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് തന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നാളെ ഇപ്പോൾ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് വരാനിരിക്കുകയാണ്. അത് ഒരു സ്ത്രീപക്ഷ ബജറ്റ് ആയിരിക്കും എന്നൊക്കെയുള്ള സൂചന പ്രധാനമന്ത്രി തന്നിട്ടുണ്ട്. വലിയ പ്രഖ്യാപനങ്ങൾ നാളത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കണോ? ഗോപി, ഈ തെരഞ്ഞെടുപ്പിനോടടുത്ത ബഡ്ജറ്റ് ഇടക്കാല ബഡ്ജറ്റ് എന്ന പേരിലാണ് അവതരിപ്പിക്കുന്നത്. സാങ്കേതികമായത് ഓട്ടോ അക്കൗണ്ട് മാത്രമാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അതിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കണക്കാക്കാനായി സാധിക്കുന്നത്. കാരണം വ്യത്യസ്ത മേഖലകളുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ധനമന്ത്രി നടത്തിയ ചർച്ചകൾ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നതിന്റെ സൂചനയായി കാണാം. ഇന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകളിലും ഒരു സ്ത്രീപക്ഷ ബഡ്ജറ്റ് ആയിരിക്കും എന്ന് സൂചിപ്പിച്ചത് വഴി സ്ത്രീ ക്ഷേമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർഷക ക്ഷേമ പദ്ധതികളിൽ ഒന്നായിട്ടുള്ള പ്രധാനമന്ത്രി സമ്മാൻ അത് 6,000 രൂപയിൽ നിന്ന് 9,000 രൂപയായി ഉയർത്തുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ഈ നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ ഇല്ല അഥവാ നടത്തില്ലയോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല. ശരി, നാളെ എന്തൊക്കെയായിരിക്കും ഉണ്ടാകാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയായിട്ടില്ല. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ടും മുൻപേ നടക്കുന്ന ബജറ്റ് പ്രഖ്യാപനം എന്നതുകൊണ്ട് തന്നെ അതിൽ ഒരുപക്ഷെ കാര്യമായ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുകൂടി നമുക്ക് കണക്കാക്കാം. ഏതായാലും ഒരു സ്ത്രീപക്ഷ ബജറ്റായിരിക്കും അവതരിപ്പിക്കപ്പെടുക എന്ന സൂചന പ്രധാനമന്ത്രി നൽകിക്കഴിഞ്ഞു. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ നൽകിയത്. ചെറിയ ഇടവേള, നമുക്ക് ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളാണ് പരിശോധിക്കുന്നത്. വാർത്തയിലേക്ക് വീണ്ടും. ഖനന അഴിമതി കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ED അറസ്റ്റ് ചെയ്തേക്കും. റാഞ്ചിയിലെ ഔദ്യോഗിക വസതിയിലെ ചോദ്യം ചെയ്യൽ 5 മണിക്കൂർ പിന്നിട്ടു. ഹേമന്ത് സോറൻ അറസ്റ്റിലായാൽ മുഖ്യമന്ത്രി സ്ഥാനം ഭാര്യ കൽപ്പന സോറൻ ഏറ്റെടുത്തേക്കും. അതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ഹേമന്ത് സോറൻ പോലീസിൽ പരാതി നൽകി. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അച്യുതൻ, ഏതാണ്ട് 5 മണിക്കൂറിലേറെയായി ഹേമന്ത് സോറനെ ED ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് ഉണ്ടായേക്കും എന്ന് ഉറപ്പാണോ? എന്താണ് ഹേമന്ത് സോറൻ ഇതിന് ഈ EDക്കെതിരെ പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി, അതിന്റെ വിശദാംശങ്ങൾ കൂടി? ഗോപികൃഷ്ണൻ, ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ ഹേമന്ത് സോറന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ED ഉടൻ തന്നെ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യും എന്നുള്ള വിവരങ്ങൾ ഇതിനോടകം പുറത്തു വരുന്നുണ്ട്. നേരത്തെ തന്നെ പ്രത്യേകമായി തയ്യാറാക്കിയ വാഹനങ്ങൾ ഹേമന്ത് സോറന്റെ റാഞ്ചിയിലെ വസതിക്കുള്ളിൽ എത്തിയിരുന്നു. ഒപ്പം സുരക്ഷ ഈ മേഖലയിൽ ശക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ രാജ്ഭവൻ, EDയുടെ ആസ്ഥാനത്തും അതുപോലെ ഈ റാഞ്ചിയിലെ ഹേമന്ത് സോറന്റെ വസതിക്ക് മുൻപിലും നിരോധനാജ്ഞയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ED നേരത്തെ തന്നെ ഈ കൂടുതൽ സേനയുടെ ആവശ്യമുണ്ട് എന്നുള്ളത് സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ചോദ്യം ചെയ്യൽ ഇപ്പോൾ 5 മണിക്കൂർ പിന്നിടുകയാണ്. ഈ അറസ്റ്റിനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത്. ED വൃത്തങ്ങൾ അറിയിക്കുന്നത് ഹേമന്ത് സോറനെതിരെ ശക്തമായ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്നാണ്. ഈ 600 കോടിയുടെ അഴിമതി കേസിൽ ഏതാണ്ട് 14ഓളം പേരെയാണ് ഇതിനോടകം ED അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ 5 മണിക്കൂർ പിന്നിടുന്നുണ്ട്. ഒരുപക്ഷെ ഈ അറസ്റ്റിലേക്ക് കടന്നാൽ അടുത്തുയരുന്ന ചോദ്യമാണ് ഇനി ആരായിരിക്കും മുഖ്യമന്ത്രിയായി ജാർഖണ്ഡിനെ നയിക്കുക എന്നുള്ളത്. അവിടെ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയായി കൊണ്ടുവരുവാനുള്ള നീക്കങ്ങൾ മണിയറയിൽ തയ്യാറാണ്. കാരണം ഇന്നലെ നിയമസഭാ കക്ഷിയോഗം ചേർന്നിരുന്നു. ഇതിൽ ഇത്തരം കാര്യങ്ങൾ ഈ അറസ്റ്റ് ഉണ്ടായേക്കും എന്നുള്ള സാധ്യതകൾ ഈ JMM പാർട്ടി പരിശോധിച്ചിട്ടുണ്ട്.
ഒപ്പം തന്നെ പല നീക്കങ്ങൾ ഇ ഡി പിന്തുടർന്നാണ് ഹേമന്ത് സോറനെതിരെ നടത്തിയത്. ഈ ഡൽഹിയിലെ വസതിയിൽ പരിശോധന നടത്തിയിരുന്നു, 2 ഔദ്യോഗിക വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. ഒപ്പം തന്നെ ഈ റാഞ്ചിയിലെ വസതിയിലും ഇ ഡി സംഘം നിലയുറപ്പിച്ചിരുന്നു. എന്തായാലും ഈ 9 സമൻസുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി സോറിന് നൽകിയിരുന്നത്. കഴിഞ്ഞ 20-ന് ഇ ഡി ഒരു തവണ സോറിനെ ചോദ്യം ചെയ്തിരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ തേടുന്നതിലേക്കാണ് ഈ 9ാമത് സമൻസ് അയച്ചതെന്നായിരുന്നു ഇ ഡിയുടെ വിശദീകരണം. ആ സമൻസിലാണ് ഇന്ന് ഹാജരാകാമെന്നുള്ള ഒരു സന്നദ്ധത സോറിന് അറിയിക്കുന്നതും ആ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ 5 മണിക്കൂർ പിന്നിടുന്നത്. ഗോപികൃഷ്ണൻ. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. SDPI സംസ്ഥാന സെക്രട്ടറി KS ഷാൻ വധക്കേസിൽ നീതി ലഭിച്ചില്ലെന്ന് ഷാനിന്റെ കുടുംബം. ഷാൻ കൊല്ലപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ രഞ്ജിത്ത് ശ്രീനിവാസും കൊല്ലപ്പെടില്ലായിരുന്നുവെന്ന് ഷാനിന്റെ ഭാര്യ ഫൻസില പറഞ്ഞു. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ് അതിവേഗം മുന്നോട്ട് പോയപ്പോൾ ഷാൻ കേസ് ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് പിതാവ് H. സലീം കുറ്റപ്പെടുത്തി. ഷാനിനെ ക്രൂരമായാണ് കൊലപ്പെടുത്തിയതെന്ന് മാതാവ് റഹ്മ ബീവി പ്രതികരിച്ചു. പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കോടതിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും തുടക്കം മുതൽ 2 നീതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം കൊല ചെയ്യപ്പെട്ടത് എൻ്റെ ഭർത്താവ് ഷാൻ തന്നെയാണ് ആദ്യം കൊല ചെയ്യപ്പെട്ടത്. എന്നിട്ട് ആദ്യം മുതലേ നമ്മൾ പ്രോസിക്യൂട്ടറെ വെച്ചതിനെ ആദ്യം സർക്കാരിൻ്റെ സമ്മർദ്ദം മൂലം ആദ്യം കോട്ടയംകാരനായ ഒരു അഡ്വക്കേറ്റ് ജയനായിരുന്നു നിന്നിരുന്നത്. അദ്ദേഹത്തെ സർക്കാരിൻ്റെ സമ്മർദ്ദം മൂലം അദ്ദേഹം പിന്മാറി. രണ്ടാമത് വെച്ച സുരേഷ് ബാബു സാറ്, ആ സാറും സർക്കാർ അംഗീകരിച്ചില്ല ആ പ്രോസിക്യൂട്ടറെ. അതിൻ്റെ റീസൺസ് ചോദിച്ചിട്ട് എന്താണെന്ന് ഇതുവരെ അത് രേഖാമൂലം നമ്മളെ അറിയിച്ചിട്ട് പോലുമില്ല അതിൻ്റെ കാര്യം. അതുകൊണ്ട് തുടക്കം മുതൽ തന്നെ ഞങ്ങളോട് വേറെ തരത്തിലുള്ളൊരു നീതിയും അവരുടെ എല്ലാം സ്പീഡപ്പായിരുന്നു എല്ലാ കാര്യങ്ങളും. ഇതിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യനീതി എന്നുള്ളത് ഞങ്ങൾക്ക് കിട്ടിയോ എന്നുള്ളത് പൊതുസമൂഹമാണ് സംസാരിക്കേണ്ടത്. പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യണം. കാര്യം ഒരു വിഭാഗത്തിന് നീതി ലഭിക്കുകയും മറുവിഭാഗത്തിന് നീതി ലഭിക്കാതെയും വരുമ്പോൾ യുവാക്കളിലുണ്ടാകുന്ന ഒരു വൈകാരികത ഉണ്ടല്ലോ, അത് നമ്മുടെ നാടിന് തന്നെ നഷ്ടമാണ്. ഈ സമൂഹത്തിൽ കൊല ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു വാഹനം ഇടിച്ച ഒരാൾ മരിച്ചാലും മക്കളും ഭാര്യയും മാതാപിതാക്കളും തുല്യരല്ലേ? ഇവരുടെ എല്ലാം കണ്ണീരുകൾക്ക് തുല്യതയുള്ളൂ ഉള്ളത്. ഈ നിയമവ്യവസ്ഥ ഇത് കാണണ്ടേ? എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവരുടേതായ ലക്ഷ്യങ്ങൾ കാണും. അതിൽ സമ്മർദ്ദം ചെലുത്താനുള്ള രാഷ്ട്രീയ ശക്തികൾ അവരത് ചെയ്യും, സ്വാധീനം വെച്ച്. അതൊക്കെ ഈ സമൂഹം വിലയിരുത്തട്ടെ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. നീതി കിട്ടിയില്ല, ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. എൻ്റെ മോനിക്ക് നീതി കിട്ടണം. എവിടെ വരെ പോകാനാണ്? അവർക്കൊരു നീതി അങ്ങക്കൊരു നീതി എന്നില്ലല്ലോ. എല്ലാവർക്കും തുല്യം വേണ്ട നീതി. പെട്ടെന്ന് നീതി കിട്ടും. അതിനിടെ രഞ്ജിത്ത് ശ്രീനിവാസ് വധക്കേസിൽ വിധി പറഞ്ഞ മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി VG ശ്രീദേവിയുടെ ഔദ്യോഗിക വസതിക്ക് സുരക്ഷ ഏർപ്പെടുത്തി. കായംകുളം DYSP P. അജയ്നാഥിനാണ് ചുമതല. സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസുകാർ 24 മണിക്കൂറും സുരക്ഷാ ചുമതലയിലുണ്ടാകും. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. മനീഷ്, ഷാന്റെ കുടുംബത്തിനുള്ള പ്രധാനപ്പെട്ട ആക്ഷേപവും പരാതിയും എന്താണ്? ഗോപീഷൻ 2 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ഇരട്ട കൊലപാതകം, ആ കൊലപാതകത്തിൽ രണ്ടാമത് നടന്ന കൊലപാതകത്തിൽ നിലവിൽ അതിലെ പ്രതികളായിട്ട് വിചാരണ നേരിട്ട 15 പേർക്കും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. അവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ്, വധശിക്ഷ തന്നെ കോടതി കൊടുത്ത പശ്ചാത്തലത്തിലാണ് ആദ്യം നടന്ന കൊലപാതകത്തിൽ ഇതുവരെയും വിചാരണ തുടങ്ങാത്തത് വലിയ ചർച്ചയാകുന്നത്. ഇതിനെതിരെ ഷാന്റെ കുടുംബം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. തങ്ങൾ പാവങ്ങളാണെങ്കിലും തങ്ങളുടെ കണ്ണീരിന് വിലയുണ്ട്, ഒപ്പം തന്നെ ഒരു വിഭാഗത്തിന് മാത്രം നീതി ലഭിക്കുമ്പോൾ മറുവിഭാഗത്തിന് നീതി ലഭിക്കാതിരിക്കുന്നത് ചെറുപ്പക്കാർക്കിടയിൽ പോലും വൈകാരികത ഉണർത്തും, അത് തെറ്റായ സന്ദേശം കൊടുക്കുന്നു അടക്കമുള്ള തങ്ങൾക്ക് നീതി ഇനി എത്രയും വേഗം ലഭിക്കണമെന്നുള്ള കാര്യമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ കേസിൽ ഷാൻ വധക്കേസിൽ 13 പ്രതികളാണുള്ളത്. ഈ 13 പ്രതികളും ആദ്യഘട്ടത്തിൽ തന്നെ അതിൽ 11 പ്രതികൾക്കും ആലപ്പുഴ സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചിരുന്നു. 13 പ്രതികൾക്ക് പിന്നീട് കുറ്റപത്രം സമർപ്പിച്ചിട്ടാണ് അവർ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് അവർക്ക് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 13 പ്രതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാൾ ഈ വേളയിൽ വിവാഹം വരെ കഴിച്ചു. പക്ഷേ ഇത്തരത്തിൽ ഷാൻ വധക്കേസിലെ പ്രതികളൊക്കെ തന്നെ പുറത്ത് ഉള്ളപ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്കൊന്നും ജാമ്യം ലഭിക്കാതെ വിചാരണ തടവുകാരായി നിന്നും അവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് ലഭിച്ചു.
ഇവിടെ കുടുംബം പറയുന്നത് 2 കൊലപാതകവും നീതീകരിക്കാൻ പറ്റാത്തതാണ്, എല്ലാവരും കുറ്റവാളികൾ തന്നെയാണ്, പക്ഷേ നീതി തങ്ങൾക്ക് ലഭ്യമാകണമെന്നുള്ളൊരു കാര്യമാണ്. ഇനി ഫെബ്രുവരി 2-ാം തീയതിയാണ് ഷാൻ വധക്കേസിൽ കോടതി ആ കേസ് പരിഗണിക്കുന്നതും എപ്പോൾ വിചാരണ ആരംഭിക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമാവുക. 2 ആഴ്ചകൾക്ക് മുൻപാണ് ഷാൻ വധക്കേസിൽ പ്രോസിക്യൂട്ടർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി PP ഹാരിസിനെ നിശ്ചയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ 15 പ്രതികൾക്കും ഒരുമിച്ച് ഇത്ര കൊലക്കുറ്റം തെളിഞ്ഞ പശ്ചാത്തലത്തിൽ കോടതി തൂക്കുകയർ വിധിച്ച പശ്ചാത്തലത്തിൽ അതിൻ്റെ ജഡ്ജി വിധി പ്രസ്താവിച്ച ജഡ്ജി VG ശ്രീദേവിയുടെ ഔദ്യോഗിക വസതിക്ക് നിലവിൽ ഒരു സബ് ഇൻസ്പെക്ടറും ഒപ്പം തന്നെ മറ്റ് 4 പോലീസ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന പോലീസ് സംഘത്തിന് സുരക്ഷാ ചുമതലയുണ്ട്. കായംകുളം DYSPക്കാണ് ചുമതലയുടെ നേതൃത്വം വഹിക്കുന്നത്. ഇന്നലെ മുതൽ VG ശ്രീദേവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ VG ശ്രീദേവിക്കെതിരെ വലിയ രീതിയിലുള്ള ഭീഷണികൾ സമൂഹ മാധ്യമങ്ങൾ ഉയർന്നു വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് കുറച്ച് കനത്ത സുരക്ഷ കൊടുക്കണമെന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സുരക്ഷ അവിടെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. മനീഷ് മഹിപാലാണ് നമുക്ക് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകർ ഇതുവരെ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.